യുവതാര സമ്പൽ സരണിയുടെ സായാഹ്നങ്ങളിൽ ഫെർമിൻ ലോപ്പസ് എന്ന നാമം ഉച്ചരിക്കാതെ നിങ്ങളെങ്ങനെ ഫുട്ബോളിനെ ആസ്വദിക്കും? 2023 ഓഗസ്റ്റ് 27 ബാർസലോണയ്ക്ക് വേണ്ടി വിയ്യാറയലിനെതിരെയാണ് അദ്ദേഹം ആദ്യമായി കാറ്റലോണിയൻ ആരാധകർക്ക് മുമ്പിൽ ബൂട്ടുകെട്ടി ഇറങ്ങുന്നത്. 2023-24 സീസണിൽ ലോപ്പസ് ഇനിയങ്ങോട്ട് ബാർസയുടെ തുടർക്കഥകളിലെ കഥാപാത്രമാണ് അദ്ദേഹമെന്ന് സാവി സ്ഥിരീകരിച്ചപ്പോൾ നിങ്ങളുടെ മനം കവർന്നെടുക്കാനാണ് ഫെർമിൻ ലോപ്പസ് വരുന്നതെന്ന് ഒരു നിമിഷമെങ്കിലും നിങ്ങൾ ചിന്തിച്ചിരുന്നു. സ്പാനിഷ് സൂപ്പർ കപ്പ് സെമി ഫൈനൽ മത്സരത്തിൽ ബാർസയുടെ മുന്നേറ്റ നിര അത്രമേൽ ഊർജ്ജത്തോടെ മത്സരത്തിലുടനീളം മൈഞ്ഞാടിയപ്പോൾ അജയ്യമായ പ്രകടനം തന്നെയാണ് ഫെർമിൻ ലോപ്പസ് കാഴ്ചവെച്ചത്. ലോപ്പസിന്റെ ബൂട്ടിൽ നിന്ന് ഒരു ഗോളും പിറന്നപ്പോൾ 2 തവണയാണ് അദ്ദേഹം ഗോളുകൾക്ക് വഴിയൊരുക്കിയത്. അത്ലറ്റിക്കോ ബിൽബാവോയെ ചാരമാക്കിയ 90 മിനിറ്റിൽ ലോപ്പസിൽ നിന്ന് ഉദിച്ചുയർന്നത് അദ്ദേഹത്തിന്റെ ചടുല നീക്കങ്ങളായിരുന്നു. 80% പാസിംഗ് ആക്യുറസിയോടെ മത്സരത്തിന്റെ നിയന്ത്രണത്തിൽ ലോപ്പസ് പ്രധാന പങ്ക് വഹിച്ചു. ഫെർമിൻ ലോപ്പസിനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം വന്ന വഴികളെക്കുറിച്ച് പറയാതിരിക്കാൻ കഴിയില്ല. സ്പെയിനിലെ ഹുവൽവയിലെ എൽ കാമ്പില്ലോയിലാണ് ഫെർമിൻ ലോപ്പസ് പിറവിയെടുക്കുന്നത്. ഒരു ഫുട്ബോൾ താരമാകണമെന്ന മോഹം മനസ്സിൽ മുട്ടിട്ട നാൾ മുതൽ അദ്ദേഹത്തിന്റെ കുടുംബം ആ ആഗ്രഹത്തെ അത്രയും പ്രധാനത്തോടെയാണ് നോക്കിക്കണ്ടത്. അന്നു മുതൽ ഇന്നേ വരെയുള്ള താൻ നേടിയ ചെറിയ നേട്ടങ്ങൾക്കെല്ലാം തന്റെ ഇന്നത്തെ റോളിന് അടിത്തറ പാകി കുടുംബത്തിന്റെ സപ്പോർട്ട് തന്നെയാണ് പിന്നിലുള്ളത്. 2016 12 വയസ്സുള്ളപ്പോൾ ബാർസലോണയുടെ യൂത്ത് അക്കാദമിയിൽ ചേരുന്നതിന് മുമ്പ് റിക്രിയാറ്റിയോ ഡി ഹുവൽവയിലേക്കും പിന്നീട് റയൽ ബെറ്റിസുമായി പന്ത് തട്ടി. പ്രാദേശിക ക്ലബ്ബുകളിൽ നിന്ന് ലാമാസിയിലേക്ക് ചേക്കേറിയ അദ്ദേഹം പിന്നീട് അവിടെ മുതൽ ഇന്നോളം വെച്ചടി കയറ്റമായിരുന്നു സംഭവിച്ചത്. സ്പർശിച്ചതെല്ലാം പൊന്നാക്കി മാറ്റിയ മുഹൂർത്തങ്ങൾ ഫെർമിൻ എന്ന താരത്തെ വളർത്തുകയായിരുന്നു. ലാമാസിയിലെ ഓരോ നിമിഷങ്ങളും അയാളെ അത്രത്തോളം സ്വാധീനിച്ചിരുന്നു. അവരുടെ അണ്ടർ 19 ടീമിനോടൊപ്പം സ്പാനിഷ് ചാമ്പ്യൻഷിപ്പ് നേടി. സീനിയർ ടീമിനായി കളിക്കണമെന്ന മോഹത്തിന് വലിയ ദീർഘതയില്ലായിരുന്നു. 2023-24 സീസണിലാണ് ബാർസയുടെ സീനിയർ ടീമിൽ ഇടം നേടുന്നത്. 2023 ഓഗസ്റ്റ് 27 നടന്ന വില്ലാറയലുമായിട്ടുള്ള പോരാട്ടത്തിലാണ് താരം ബാർസയുടെ ജേഴ്സിയിൽ അരങ്ങേറ്റം കുറിക്കുന്നത്. ആ സീസണിൽ 11 ഗോളുകളാണ് അദ്ദേഹം അടിച്ചുകൂട്ടിയത്. 2024-25 സീസണിൽ 8 ഗോളുകളും 9 അസിസ്റ്റുകളും. 2023-24 സീസണിൽ റയൽ മാഡ്രിഡിനെതിരെ 3-0 എന്ന മാർജിനിൽ വിജയിച്ചപ്പോൾ 1 ഗോളും 1 അസിസ്റ്റും ലോപ്പസ് സ്വന്തമാക്കിയിരുന്നു. അതോടെ അദ്ദേഹം അന്താരാഷ്ട്ര ശ്രദ്ധ നേടി. 500 മില്യൺ യൂറോയുടെ റിലീസ് ക്ലോസോടെ 2029 ജൂൺ 30 വരെ നീണ്ടു നിൽക്കുന്ന ദീർഘകാല കരാറിൽ അദ്ദേഹം സൈൻ ചെയ്തു. – 2023-24 ബ്രേക്കൗട്ട് സീസണിന് ശേഷം അദ്ദേഹത്തിന്റെ ശക്തമായ പ്രകടനത്തിന് പ്രതിഫലം നൽകാനും ക്ലബിൽ അദ്ദേഹത്തിന്റെ ഭാവി സുരക്ഷിതമാക്കാനുമാണ് ഈ കരാർ ഉണ്ടാക്കിയത്. മറ്റു ക്ലബ്ബുകളിൽ നിന്ന്, പ്രധാനമായും പ്രീമിയർ ലീഗിൽ നിന്നുള്ള പല ടീം മാനേജ്മെന്റുകളുടെയും കണ്ണുകൾ ഫെർമിൻ ലോപ്പസിൽ പതിഞ്ഞിരുന്നു. ആ താല്പര്യം കെട്ടടങ്ങാൻ വേണ്ടി തന്നെയാണ് ഗണ്യമായ റിലീസ് ക്ലോസ് നടത്തിക്കൊണ്ട് തങ്ങളുടെ യുവ പ്രതിഭകളെ സംരക്ഷിക്കുക എന്നത് ബാർസയുടെ തന്ത്രമാണ്. ഈ തന്ത്രം ഫെർമിൻ ലോപ്പസിന് മേൽ ഉപയോഗിച്ചത് ബാർസക്ക് അത്രയും ആത്മവിശ്വാസം നൽകുന്ന ഒന്ന് തന്നെയാണ്. 2024-25 സീസണിൽ ബാർസക്കൊപ്പം ലാലിഗയും കോപ്പ ഡെൽറയും സൂപ്പർ കപ്പും എന്നീ കിരീടങ്ങൾ ഉയർത്തുകയും ട്രിപ്പിൾ നേട്ടം സ്വന്തമാക്കുകയും ചെയ്തു. നിലവിലെ കണക്ക് പ്രകാരം അദ്ദേഹത്തിന്റെ കരിയറിൽ 159 മത്സരങ്ങളിൽ നിന്ന് 39 ഗോളുകളും 23 അസിസ്റ്റുകളും സ്വന്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. കളിക്കളത്തിലെ അദ്ദേഹത്തിന്റെ തികഞ്ഞ പക്വതയും പന്തിന്മേലുള്ള നിയന്ത്രണവും എതിരാളികളെ കബളിപ്പിക്കാനുള്ള ചാഞ്ചാട്ടവും പ്രതിരോധ കോട്ടകൾക്കിടയിൽ മിന്നൽ പിളർപ്പ് പോലെ ഷോട്ടുകൾ പായിക്കാനുള്ള കാലിന്റെ കെൽപ്പും പന്തിന്റെ ചലനം മനസ്സിലാക്കി ഓടിയെടുക്കാനുള്ള വേഗതയും ടീമിനോടുള്ള ആത്മസമർപ്പണവും കൂടാതെ ഫിനിഷിംഗ് കഴിവ് കാണിക്കുകയും ഇടുങ്ങിയിടങ്ങളിലൊത്ത നിയന്ത്രണവും ഡ്രിബ്ലിങ്ങും ഷൂട്ട് ചെയ്യാനും ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യാനുമുള്ള അദ്ദേഹത്തിന്റെ മികവും ആക്രമണാത്മകമായ കളിശൈലിയും ചിന്താഗതിക്കാരനുമായ നിലവിൽ ലോകത്തിലെ ഏറ്റവും മികച്ച മിഡ്ഫീൽഡർമാരിൽ ഒരാൾ തന്നെയാണ്. അതെ, ഈ പേര് നിങ്ങൾ ഭാവിയിലേക്ക് ഓർത്തു വെച്ചോളൂ. ഫെർമിൻ ലോപ്പസ്.